ഹേയ് ഡിയർ, നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാം നമ്മുടെ കൺട്രോളിലാണെങ്കിൽ എങ്ങനെയിരിക്കും? എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഞാൻ വിചാരിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു, എന്നോട് ബിഹേവ് ചെയ്യുന്നു. ഞാൻ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നു. ഞാനൊരു ഓൾ ഇൻ ഓൾ ആണ്. ഇതൊക്കെ സംഭവിച്ചാൽ എങ്ങനെയിരിക്കും? നമ്മൾ സൂപ്പർ ഹാപ്പി ആയിരിക്കും. പക്ഷേ ശരിക്കും ഇത് പോസിബിൾ ആണോ? ഇതിൻ്റെ കോൺസിക്വൻസ് നല്ലതാണോ മോശമാണോ? വെൽക്കം ടു 1% ഫോർവേഡ്. നിങ്ങളൊരു പാർട്ടി നടത്തുകയാണ്. യു ഡു എവറിത്തിങ് ടു മേക്ക് ഇറ്റ് ഫൺ. അതിനെ നന്നാക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു. കൂടെ നിങ്ങൾ വിചാരിക്കുകയാണ് പാർട്ടി എല്ലാവരും ആസ്വദിക്കണമെന്ന്. നിങ്ങൾ ഓഫീസിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ നിർബന്ധം പിടിക്കുകയാണ് ബോസ് എൻ്റെ വർക്കിനെ റെക്കഗ്നൈസ് ചെയ്യണമെന്ന്. നിങ്ങൾ എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുന്നു, പക്ഷേ റിസൾട്ടിനെ കുറിച്ച് വളരെയധികം വറീഡാണ്. ഇതൊക്കെ എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുതന്നെയാണ് അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നതും. ഒരു കഥ പറയാം. മായ വളരെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. മായയ്ക്ക് പട്ടം പറപ്പിക്കാൻ വളരെ ഇഷ്ടമാണ്. അവൾ ഏറ്റവും നന്നായി പറക്കുന്ന രീതിയിൽ പട്ടങ്ങൾ ഉണ്ടാക്കും. വീക്കെൻഡ്സിൽ പാർക്കിൽ പോയി അവളുടെ പട്ടം പറപ്പിക്കും. അത് ആകാശത്തേക്ക് ഉയരുന്നതും മറയുന്നതും ഡാൻസ് ചെയ്യുന്നതുമൊക്കെ കൺട്രോൾ ചെയ്യാൻ അവൾക്ക് വളരെ ഇഷ്ടമാണ്. പാർക്കിലുള്ള ആളുകൾക്കൊക്കെ ഈ കൺട്രോളിങ് കണ്ടിട്ട് അസൂയ തോന്നാറുണ്ട്. ഒരു വൈകുന്നേരം കാറ്റ് ശക്തിയായി വീശുന്ന ഒരു ദിവസം മായ തന്റെ പട്ടം ഏറ്റവും ഉയരത്തിൽ മനോഹരമായി പറപ്പിക്കുവാൻ തീരുമാനിച്ചു. ചരടയച്ചും വലിച്ചും അവൾ അതിനെ നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നു. പട്ടം വളരെ ഉയരത്തിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ ആ സമയം കാറ്റിന് ശക്തി കൂടി. പട്ടം ചെറുതായി ഇളകാൻ തുടങ്ങി. മായയ്ക്ക് അവൾ വിചാരിച്ചതുപോലെ നിയന്ത്രണം കിട്ടുന്നില്ല. പട്ടത്തെ അവൾ വലിക്കാൻ തുടങ്ങി. കടുത്ത ശ്രമം നടത്തി അവൾ വിചാരിച്ചതുപോലെ പട്ടത്തിനെ നിയന്ത്രിക്കാൻ. എന്നാൽ പട്ടവും കാറ്റും തമ്മിൽ ഒരു യുദ്ധം തുടങ്ങുകയാണ്. മായ വലിക്കും തോറും പട്ടത്തിന് സ്ട്രഗിൾ കൂടുകയാണ്. കാറ്റിന്റെ രീതിക്കനുസരിച്ച് പട്ടത്തിനെ വിടാൻ മായ തയ്യാറായില്ല. അങ്ങനെ അവസാനം കാറ്റിനൊപ്പം പിടിച്ചു നിൽക്കാനാവാതെ പട്ടത്തിന്റെ ചരട് പൊട്ടുകയാണ്. അത് കാറ്റിൽ പറന്നുപോയി. മായ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആ കാര്യം അവളെ തളർത്തി. അവൾ മൈതാനത്തിൽ തന്റെ ചരട് പൊട്ടിയ പട്ടത്തെ നോക്കി തളർന്നു കിടന്നു. അപ്പോൾ പാർക്കിലുണ്ടായിരുന്ന ഒരാള് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാത്തിനെയും ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ പട്ടത്തിനെ സ്വന്തം വഴി കണ്ടെത്താൻ അനുവദിക്കണം. കുറച്ചു നേരം കഴിഞ്ഞ് മായ അതിനെക്കുറിച്ച് വീണ്ടും ആലോചിച്ചു. ചിലപ്പോൾ പട്ടത്തിനെ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് വിട്ടിരുന്നെങ്കിൽ അത് കൂടുതൽ ഉയരത്തിൽ മനോഹരമായി പറന്നേനെ. നമ്മുടെ ലൈഫിലും പലപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പറ്റാത്ത കാര്യങ്ങളും ഉണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്ന ഉത്കണ്ഠ, മറ്റാരെങ്കിലും ചെയ്താൽ അത് ഞാൻ ചെയ്യുന്നത്ര ശരിയാവില്ല എന്ന ട്രസ്റ്റ് ഇഷ്യൂസ് അഥവാ വിശ്വാസക്കുറവ്, ഇത് മറ്റാരെങ്കിലും ഏൽപ്പിച്ചാൽ അല്ലെങ്കിൽ അതൊരു ഹെൽപ്പായിട്ട് ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കും, എൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകുമോ എന്നുള്ള പേടി, ഇതൊക്കെയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായി പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കേട്ട കഥ പോലെ കൺട്രോൾ ചെയ്യാനാവാത്ത കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയും അതിനായി നമ്മുടെ എനർജി മൊത്തമായി ചിലവഴിക്കുകയും ചെയ്താൽ ഭാവിയിൽ അതെല്ലാം കൂടി നമ്മളെയാണ് കൺട്രോൾ ചെയ്യുക. നമ്മൾക്ക് പറ്റാവുന്നതിലും കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആയി പോവില്ലേ? നമ്മൾ വീക്ക് ആവില്ലേ? നമ്മുടെ എത്ര സമയം വെറുതെ നഷ്ടപ്പെടും? നമ്മുടെ സമാധാനം തന്നെ നഷ്ടപ്പെടില്ലേ? ചില കാര്യങ്ങളെയൊക്കെ അതിൻ്റെ വഴിക്ക് വിടുന്നതാണ് നല്ലത്. അതാണ് ഭംഗിയും. ഒരു ബാലൻസ്ഡ് സെൻസ് ഓഫ് കൺട്രോൾ. നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നത്ര മാത്രം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതാം. എന്നാൽ റിസൾട്ട് അതെന്തോ ആവട്ടെ, അതിനെക്കുറിച്ച് വറീഡാവണം. നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാം ചെയ്തു കൊടുക്കൂ. പക്ഷേ അവരൊരു നല്ല സ്റ്റുഡൻ്റ് ആയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ഒരു അടിപൊളി പേഴ്സണാണ്. പക്ഷെ നിങ്ങളുടെ അഡ്വൈസ് എല്ലാവരും കേൾക്കണം എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ ജോലികൾ എല്ലാം സ്വയം നിയന്ത്രിക്കാതെ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആവില്ലേ? ഹെൽത്തിന് മാക്സിമം കെയർ ചെയ്തോളൂ എന്ന് വെച്ച് രോഗം വരാതെ ഇരുത്തിക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ അതിൻ്റെ ഗതിക്കനുസരിച്ച് വിടുന്നതിലൂടെ നിങ്ങൾ വീക്കാവുകയല്ല, മറിച്ച് അതിന് ഒരുപാട് സ്ട്രെങ്ത് ആവശ്യമാണ്. ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. നിങ്ങൾ എയർപോർട്ടിൽ പോകുമ്പോൾ അവിടെ ഏൽപ്പിക്കുന്ന വലിയ ലഗേജാണ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ ബാഗാണ് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ. അതിൽ അത്യാവശ്യ കാര്യങ്ങൾ എടുത്തു വെച്ചാൽ പിന്നെ ലഗേജ് വരാൻ ഇത്തിരി വൈകിയാലും നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരിൽ കൊണ്ടുവരുന്ന എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ടുള്ള കൺട്രോൾ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവർ ചിന്തിക്കണമെന്നോ പ്രവർത്തിക്കണമെന്നോ ഇല്ല. നമ്മുടെ ബിഹേവിയറിനെയും ആറ്റിറ്റ്യൂഡിനെയും മാത്രമാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് വറീഡ് ആണെങ്കിൽ
നിങ്ങൾക്ക് സ്വന്തം റിയാക്ഷനെ മാനേജ് ചെയ്യാം. മറ്റുള്ള ആളുകളെയോ എൻ്റെ റിസൾട്ടിനെയോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നില്ല. സോ യെസ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ മൺഡേസിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺഡ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാം. വൺ മോർ തിങ്, ഇഫ് യു ചേഞ്ച് യുവർ മൈൻഡ്, യു ചേഞ്ച് യുവർ ലൈഫ്. താങ്ക് യു.